ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലെ കുറച്ച് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആമുഖവുമായി ബന്ധപ്പെട്ടുള്ള PYQs ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇത്രയും പെട്ടെന്ന് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ആമുഖം എന്ന ആശയം കടം കൊണ്ടത് അയർലാൻഡ്, സോവിയറ്റ് യൂണിയൻ, അമേരിക്ക, ഓസ്ട്രേലിയ. ആൻസർ അമേരിക്ക. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതി ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 10, 1946 ഡിസംബർ 11, 1946 ഡിസംബർ 13, 1946 ഡിസംബർ 23. ആൻസർ 1946 ഡിസംബർ 13. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകളിൽ ഉൾപ്പെടാത്തത് ഏത്? സ്ഥിതി സമത്വം, മതേതരത്വം, പരമാധികാരം, അഖണ്ഡത. ആൻസർ പരമാധികാരം. ആമുഖത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ കീനോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ, ജവഹർലാൽ നെഹ്റു, BR അംബേദ്കർ, നെൽസൺ മണ്ടേല. ആൻസർ ഏണസ്റ്റ് ബാർക്കർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കാത്ത വാക്ക് ഏത്? നീതി, സമത്വം, സഹിഷ്ണുത, സാഹോദര്യം. ആൻസർ സഹിഷ്ണുത. ആമുഖം ആരംഭിക്കുന്നത് ദൈവത്തിൻ്റെ നാമത്തിൽ ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് ആണ്. ഭാരതത്തിലെ ജനങ്ങളായ നാം എല്ലാ പൗരന്മാർക്കും. ആൻസർ ഭാരതത്തിലെ ജനങ്ങളായ നാം. ആമുഖത്തിൻ്റെ അടിസ്ഥാനം 1924 നെഹ്റു റിപ്പോർട്ട്, 1946 ലക്ഷ്യപ്രമേയം, 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. സർ 1946 ലക്ഷ്യപ്രമേയം. ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? 1, 2, 3, 4. ആൻസർ 1. പടം കൊടുത്തിരിക്കുന്ന ആശയങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. സ്വാതന്ത്ര്യം ഫ്രാൻസ്, സമത്വം ഫ്രാൻസ്, സാഹോദര്യം ഫ്രാൻസ്, നീതി അമേരിക്ക. ആൻസർ നീതി അമേരിക്ക, നീതി സോവിയറ്റ് യൂണിയൻ അതായത് റഷ്യ എന്നാണ്. 32-ാം ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു? നീലം സഞ്ജീവ് റെഡ്ഡി, ഫക്രുദ്ദീൻ അലി അഹമ്മദ്, PV ഗിരി, APJ അബ്ദുൽ കലാം. ആൻസർ ഫക്രുദ്ദീൻ അലി അഹമ്മദ്. രാഷ്ട്രത്തലവൻ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കപ്പെടുന്ന സമ്പ്രദായം അറിയപ്പെടുന്നത് ജനാധിപത്യം, മൊണാർക്ക്, റിപ്പബ്ലിക്, അരിസ്റ്റോക്രസി. ആൻസർ റിപ്പബ്ലിക്. ഇന്ത്യൻ ഭരണഘടന സമത്വം എന്ന ആശയം കടം കൊണ്ടത് അമേരിക്ക, കാനഡ, റഷ്യ, ഫ്രാൻസ്. ആൻസർ ഫ്രാൻസ്. ആമുഖത്തിലെ നീതി എന്ന ആശയം കടം കൊണ്ടത് റഷ്യ, ഫ്രാൻസ്, അമേരിക്ക, അയർലാൻഡ്. ആൻസർ റഷ്യ. ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, NA പൽക്കിവാല, ജവഹർലാൽ നെഹ്റു. ആൻസർ ഏണസ്റ്റ് ബാർക്കർ. ലക്ഷ്യപ്രമേയത്തെ തെറ്റ്, നിയമവിരുദ്ധം, അപക്വമായത്, ദാരുണമായത്, അപകടകരം എന്ന് വിശേഷിപ്പിച്ചത് BR അംബേദ്കർ, ഗാന്ധിജി, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, മുകുന്ദ് രാം റാവ് ജയകർ. ആൻസർ മുകുന്ദ് രാം റാവ് ജയകർ. ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര സ്രോതസ് ആരാണെന്നാണ് ആമുഖം പ്രസ്താവിക്കുന്നത്? രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഇന്ത്യൻ ജനങ്ങൾ, പാർലമെൻറ്റ്. ആൻസർ ഇന്ത്യൻ ജനങ്ങൾ. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളെ ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രകാരം ക്രമപ്പെടുത്തുക. പരമാധികാരം, സ്ഥിതി സമത്വം, മതേതരത്വം, റിപ്പബ്ലിക്. ആൻസർ ഓപ്ഷൻ A. ബാഹ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങൾ സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള രാഷ്ട്രത്തിൻ്റെ അധികാരം. സ്ഥിതി സമത്വം, റിപ്പബ്ലിക്, പരമാധികാരം, നീതി. ആൻസർ പരമാധികാരം. 1955 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആവടി സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്, പട്ടേൽ, UN ദേബർ. ആൻസർ UN ദേബർ. ഇന്ത്യൻ ഭരണഘടനയിലെ റിപ്പബ്ലിക് എന്ന ആശയം കടം എടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? ഫ്രഞ്ച്, അമേരിക്ക, അയർലാൻഡ്, ജർമ്മനി. ആൻസർ ഫ്രഞ്ച്. താഴെ തന്നിരിക്കുന്നവയിൽ ആമുഖത്തിൽ പരാമർശം ഇല്ലാത്ത ആശയം ഏത്? സമത്വം, സാഹോദര്യം, നീതി, സ്വത്തവകാശം. ആൻസർ സ്വത്തവകാശം.
ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതെല്ലാം PYQs ആണ്. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.